തിയേറ്ററുകളിൽ ആദ്യ ദിനം തന്നെ പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് 24 വർഷത്തിന് ശേഷം റിലീസ്. അതും ആ ചിത്രം തിയേറ്ററുകളിൽ കണ്ടിട്ടില്ലാത്ത പുതുതലമുറ പ്രേക്ഷകരിൽ നിന്ന് ഉയർന്നുവന്ന ആവശ്യത്തെ തുടർന്ന്. വിജയ ചിത്രങ്ങൾ വീണ്ടും റിലീസ് ചെയ്യുന്നതും ഡിജിറ്റലിലേക്ക് റീമാസ്റ്റർ ചെയ്യുന്നതും വീണ്ടും എത്തിക്കുന്നതുമെന്നും സിനിമാ ലോകത്ത് അപൂർവതയല്ല. എന്നാൽ പരാജയപ്പെട്ട ഒരു ചിത്രം ഇത്തരത്തിൽ തിയേറ്ററിലേക്ക് വീണ്ടും എത്തുന്നത് ഇതാദ്യമായാണ്. കാലം തെറ്റി പുറത്തിറങ്ങിയ ചിത്രമെന്ന വിശേഷണത്തോടെ പുതിയ കാലം ചർച്ച ചെയ്ത ദേവദൂതൻ എന്ന മോഹൻലാൽ ചിത്രം രണ്ടാം വരവിൽ പ്രേക്ഷകർ ഏറ്റെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് സംവിധായകൻ സിബി മലയിൽ. 24 വർഷം മുമ്പ് ചിത്രം തിയേറ്ററുകളിലെത്തിയ ദിനം ഇന്നും ഓർത്തെടുക്കുകയാണ് സംവിധായകൻ സിബി മലയിൽ. വലിയ പ്രതീക്ഷകളായിരുന്നു ചിത്രത്തെപ്പറ്റി. എന്നാൽ ഹൃദയം തകർന്നാണ് അന്ന് തിയേറ്ററിൽ നിന്ന് മടങ്ങിയത്. അത്ര കനത്ത പരാജയമായിരുന്നു ചിത്രം അന്ന് നേരിട്ടത്. നിരാശയിലൂടെയും കടുത്ത ഡിപ്രഷനിലൂടെയും കടന്നുപോയ നാളുകൾ. ഒരു വർഷത്തോളം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുക പോലും ചെയ്തു. സുഹൃത്തുക്കളുടെ സ്നേഹസമ്മർദ്ദത്തെ തുടർന്നാണ് പതിയെ സിനിമയിലേക്ക് തിരികെ നടന്നത്. എന്നാൽ ഇന്ന് അതേ ചിത്രം ആദ്യ ദിനത്തിൽ തിയേറ്ററുകൾ ഹൗസ്ഫുള്ളാക്കി. ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുതീരുന്നതും സാക്ഷിയായി. ഒട്ടേറെ പേർ വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ചിത്രം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു. കാലത്തിന്റെ ചില നിയോഗങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കും. സിബി മലയിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 2000-ലാണ് ദേവദൂതൻ പുറത്തിറങ്ങിയതെങ്കിലും കഥയുടെ രൂപം 1982-ൽ ആദ്യമായി ഒരു ചിത്രം ചെയ്യണമെന്ന മോഹം ഉദിച്ചപ്പോൾ മുതൽ തന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് സിബി മലയിൽ വെളിപ്പെടുത്തി. അന്നത്തെ കഥയിൽ നിന്ന് വലിയ മാറ്റം മോഹൻലാലിനെ നായകനാക്കി ചെയ്ത സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. 1982-ലെ കഥയിലെ നായകൻ 7 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. കൊല്ലപ്പെട്ട ആളുടെ ആത്മാവ് കുട്ടിയിലൂടെ ഇടപെടുകയും കൊലപാതകം കണ്ടുപിടിക്കുകയും ചെയ്യുന്നതായിരുന്നു കഥ. പിന്നീട് അത് ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് മാറ്റി ആലോചിച്ചു. മോഹൻലാൽ ചിത്രത്തിന്റെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചതോടെ കഥ വീണ്ടും മാറ്റി. അങ്ങനെ 3 ഘട്ടങ്ങളിലായി വന്ന വലിയ മാറ്റങ്ങൾക്ക് ശേഷമാണ് ദേവദൂതൻ തിയേറ്ററുകളിലെത്തിയത്. അന്നത്തെ കാലത്ത് ചിത്രം പരാജയപ്പെടാനുണ്ടായ കാരണവും വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ സിബി മലയിൽ. മലയാളികൾക്ക് പരിചിതമായ കഥയോ കഥാപശ്ചാത്തലമോ ആയിരുന്നില്ല ദേവദൂതൻ്റേത്. താൻ ആദ്യം മനസ്സിൽ കണ്ട ചിത്രവുമായിരുന്നില്ല ഒടുവിൽ തിയേറ്ററിൽ എത്തിയതും. മോഹൻലാൽ അന്ന് നരസിംഹം ഒക്കെ ചെയ്ത് സൂപ്പർ താര പരിവേഷത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ദേവദൂതനിലെ നായക കഥാപാത്രമാകട്ടെ അതിനു നേരെ വിപരീതവും. കഥാപാത്രത്തിന്റെ ഹീറോയിസത്തിനായിരുന്നു അന്ന് പ്രേക്ഷകർ കൂടുതൽ. ആ താല്പര്യം ഒട്ടും തൃപ്തിപ്പെടുത്തുന്ന കഥയോ കഥാപാത്രമോ ആയിരുന്നില്ല ദേവദൂതൻ്റേത്. അതുതന്നെയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന പരാജയ കാരണവും. പുതിയ കാലത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുറത്തിറങ്ങുന്ന ദേവദൂതനിലെ മാറ്റങ്ങളെപ്പറ്റിയും സംവിധായകൻ വെളിപ്പെടുത്തുന്നു. ഡിജിറ്റലി റീമാസ്റ്റേർഡ്, റീ എഡിറ്റഡ് 4K ഡോൾബി അറ്റ്മോസ് വേർഷനിലാണ് ദേവദൂതൻ പുറത്തിറക്കുന്നത്. ചിത്രത്തിൽ മുഴച്ചു നിന്നിരുന്ന ഒട്ടേറെ സീനുകൾ നീക്കിയിട്ടുണ്ട്. ഇതിലേറെയും നായകന്റെ അന്നത്തെ താരപരിവേഷത്തിന്റെ ഭാഗമായി ചേർക്കേണ്ടി വന്നതാണ്. നിർമ്മാതാവ് സിയാദ് കോക്കർ തന്നെയാണ് ചിത്രം വീണ്ടും ഇറക്കണമെന്ന ആശയം പങ്കുവച്ചതും ജോലികൾ പൂർണ്ണമായും തുടങ്ങിയതും. റീ എഡിറ്റിംഗ് പൂർണ്ണമായും തന്റെ മേൽനോട്ടത്തിലായിരുന്നുവെന്ന് സംവിധായകൻ വെളിപ്പെടുത്തുന്നു. ചിത്രം വീണ്ടും റിലീസ് ചെയ്യാനുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും സംവിധായകൻ വെളിപ്പെടുത്തുന്നു. അന്ന് ചിത്രം പരാജയപ്പെട്ടുവെങ്കിലും മറ്റേതെങ്കിലും ഭാഷയിൽ ആദ്യം മനസ്സിൽ കണ്ട രീതിയിൽ ചിത്രം ചെയ്യണമെന്ന ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. എന്നാൽ അതിന് അവസരം ലഭിച്ചില്ല. പിന്നീട് കോവിഡ് കാലത്താണ് ചിത്രത്തെപ്പറ്റി സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചകളുണ്ടായത്. 2000-ൽ ജനിച്ചിട്ടില്ലാത്ത, അന്ന് തിയേറ്ററുകളിൽ ഈ ചിത്രം കണ്ടിട്ടില്ലാത്ത ചെറുപ്പക്കാർ യൂട്യൂബിലും മറ്റും ചിത്രം കാണുന്നത് കണ്ടപ്പോഴാണ് ഈ ചിത്രം വീണ്ടും തിയേറ്ററുകൾ എത്തിച്ചാലോ എന്നുള്ള ആശയം മനസ്സിലോടിക്കുന്നത്. 24 വർഷങ്ങൾക്കിപ്പുറം ചിത്രം വീണ്ടും തിയേറ്ററുകളിലെത്തുമ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം നിങ്ങൾ വീണ്ടും തിയേറ്ററിൽ കണ്ടുവെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.